ഇതാ കോഴിയൊക്കെ ഉണ്ടോ? 45 ദിവസം പ്രായമായപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഇവനെ. എൻ്റെ മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയതിൻ്റെ കൂടെയാണ് ഇവനെ എനിക്ക് കിട്ടിയത് കേട്ടോ. കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുവന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇറക്കുന്നതിൻ്റെ ടൈമിൽ അവന് ഭയങ്കരമായിട്ടൊരു ഇഞ്ചുറി പറ്റി. ഞാനത് പണ്ട് ഞാനൊരു ഷോർട്സ് കാണിച്ചിട്ടുണ്ട്. ഒരു 3 months ബാക്ക് ഞാനൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. അവൻ്റെ തലയ്ക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചുറി പറ്റിയിട്ട് അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു. എൻ്റെ ശ്വാസം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അവരത് ഡെഡായെന്ന് എഴുതിയിട്ട് അതിനെ ഉപേക്ഷിച്ചായിരുന്നു കേട്ടോ. അപ്പം നോക്കിയിട്ട് ചെറിയൊരു ശ്വാസം കൊണ്ടെടുത്ത് കളയാൻ തോന്നിയില്ല. അങ്ങനെ എടുത്ത് വെച്ചിട്ട് ആദ്യത്തെ 2 ആഴ്ചയൊക്കെ സിറിഞ്ചിലായിരുന്നു വെള്ളം കൊടുത്തു. ഇച്ചിരി ഫുഡൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുഴച്ച് ഉരുട്ടിൽ വായ വെച്ച് കൊടുത്തു. അങ്ങനെ ഇച്ചിരി ഇറക്കി പിന്നെ അദ്ദേഹം പതുക്കെ തലയൊക്കെ നേരെ വെച്ച് കുറേശ്ശെ കുത്തി തിന്നാൻ തുടങ്ങി. പക്ഷേ തലയ്ക്കായിരുന്നു ഇഞ്ചുറി പറ്റിയത്. കഴുത്തങ്ങ് ഒടിഞ്ഞു പോയായിരുന്നു. അന്നേ ഇങ്ങനെ തളർന്ന് കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പം തലയിലൊക്കെ ആയി. പക്ഷേ പാരലൈസ്ഡാണ് ആൾ. കാല് രണ്ടും തളർന്നു കേട്ടോ. അത് നേരെ ആവത്തില്ല. ഡോക്ടറെ കാണിച്ചപ്പം അതിന് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. എന്തായാലും അന്ന് തൊട്ട് ഇതുപോലെ തീറ്റി അവനെ സെപ്പറേറ്റ് ആണ്. തന്നെ ഫുഡൊന്നും കഴിക്കത്തില്ല. മറ്റുള്ള കോഴി കൂടിയിട്ട് അതിനെ കൊത്തും. ഇടയ്ക്ക് എല്ലാം ഇച്ചിരി നേരം ഒന്നും മാറ്റിയിട്ട് അന്നേരമാണ് ഈ തലയ്ക്ക് കണ്ടില്ലേ പരിക്കുകളൊക്കെ കണ്ടില്ലേ ഇട്ട് കൊത്തുന്നതാണ്. അപ്പോൾ ഇവനെ എപ്പോഴായാലും ഞാൻ ഇതുപോലെ വെളിയിൽ കൊണ്ടുവന്ന് ഫുഡ് ഇതുപോലെ നനച്ച് ഗ്രോവർ നനച്ച് ഉരുട്ടി കൊടുത്താലേ ആശാൻ ഷാപ്പെടുത്തുള്ളൂ. പൊടിയൊക്കെ വലിയ പാടാണ് കഴിക്കാൻ. അതുപോലെ വെള്ളവും സെപ്പറേറ്റ് കൊടുക്കും. അങ്ങനെ 2 നേരമേ ഉള്ളൂ ഈ പരിപാടി കേട്ടോ. ഞാൻ ഇച്ചിരി ലേറ്റായാൽ അവന് ഫുഡും കിട്ടത്തില്ല. മറ്റുള്ളവരുടെ കൂടെ വന്ന് ചട്ടി വന്ന് കഴിക്കാനൊന്നും അവന് പറ്റത്തില്ല. എന്തായാലും ഇത്രയായിട്ടുണ്ട്. എൻ്റെ ചെറുക്കന് ഇപ്പോൾ 4.5 മാസം അത്രോളം പ്രായമായി. ഇവൻ്റെ കൂടെയുള്ളവരൊക്കെ ഇതാണ്ട് കൂവാൻ തുടങ്ങി. പക്ഷേ ഇവൻ എന്തായാലും ഈ സ്ഥിതിയിലാണ്. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ പിള്ളേർ കണ്ടാൽ നമ്മളൊക്കെ ഒന്ന് വിളിക്കുന്ന പോലെ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ കൊക്കോ സൗണ്ടാക്കാൻ തോന്നും. സന്തോഷമുള്ള കാര്യമല്ലേ ഇതൊക്കെ.